നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബഡ്ജറ്റാണെന്ന് ആരോപിച്ച് കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ എളവള്ളിയിൽ ഇടഞ്ഞ ആന 2 പേരെ കുത്തി, ഒരാൾ മരിച്ചു. കൊടകര അഗ്രോ സർവീസ് സെന്ററിന്റെ വാർഷിക പൊതുയോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണനയ്ക്കെതിരെ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ പരേഡിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ റൂറൽ പോലീസ് DNO ഉല്ലാസ് VA സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CDCB, ചാലക്കുടി DYSP K. സുമേഷ്, കൊടകര SHO PK ദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് HSS കുറ്റിക്കാട്, വിമൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുപ്ലിയം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്ലിയം, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കൊടകര, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചായ്പൻകുഴി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പുച്ചിറ, SNV HSS ആളൂർ, MAM HS കൊരട്ടി, GV HSS നന്ദിക്കര, LFC HS കൊരട്ടി, MRS ചാലക്കുടി, GHSS കൊടകര എന്നീ വിദ്യാലയങ്ങളിലെ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരേഡ് വീക്ഷിക്കുന്നതിനായി വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിരുന്നു. നയനമനോഹരമായ പരേഡ് ഒരുക്കുന്നതിനായി പ്രയത്നിച്ച അധ്യാപകരെയും ഡ്രിൽ ഇൻസ്ട്രക്ടറായ പോലീസ് ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും പോലീസ് മേധാവി പ്രത്യേകം അഭിനന്ദിച്ചു. പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബഡ്ജറ്റാണെന്ന് ആരോപിച്ച് കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. കൊടകരയിൽ നടത്തിയ പ്രതിഷേധ സമരം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC ജെയിംസ്, KG രജീഷ്, K. രാജേഷ്, PS പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം പറഞ്ഞപ്പോൾ രാജേഷ് സൂചിപ്പിച്ചു ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. ഇന്ന് ഇന്ത്യ രാജ്യത്താകമാനം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകരുടെ അതിശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ രാജ്യത്തെ 42% വരുന്ന ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കപ്പെടുന്ന ജനവിഭാഗമായ ഈ നാടിനെ തീറ്റിപ്പോറ്റുന്ന, നാടിനാവശ്യമായ എല്ലാ ഭക്ഷ്യധാന്യങ്ങളും ഉണ്ടാക്കുന്ന എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 6 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയ മെലൂഹ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ അഴീക്കോട് സ്വദേശി പ്രവീൺ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മെലൂഹ എന്ന ബോട്ടും അഴീക്കോട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്.
രാവിലെ 10:45 ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, ബോട്ട്സ് റാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ നേതൃത്വം നൽകി. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ മുനക്കക്കടവിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്ന്, ഈ സർക്കാർ സേവനം തികച്ചും സൌജന്യമായാണ് നൽകുന്നതെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തുന്നൂരാൻ അറിയിച്ചു. തൃശൂർ എളവള്ളിയിൽ ഇടഞ്ഞ ആന 2 പേരെ കുത്തി ഒരാൾ മരിച്ചു. ബ്രഹ്മകുളം പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിയ ചിറക്കൽ ഗണേശാണ് ഇടഞ്ഞത്. ആലപ്പുഴ സ്വദേശി 38 വയസ്സുള്ള ആനന്ദാണ് മരിച്ചത്. കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞ ആന ആദ്യം പാപ്പാനെ കുത്തുകയായിരുന്നു. തുടർന്ന് ഓടുന്നതിനിടെ ഉത്സവപ്പറമ്പിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആനന്ദിനെ കുത്തി. ആനന്ദ് തൽക്ഷണം മരിച്ചു. ഇടഞ്ഞോടിയ ആന 4 കിലോമീറ്ററോളം ഓടി. പിന്നീട് കണ്ടാണശ്ശേരിയിലെത്തി. ജനവാസ മേഖലയിലൂടെ ഓടിയ ആനയെ 3/4 മണിക്കൂറിന് ശേഷം തളച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിരപ്പിള്ളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കരളലിയിക്കുന്ന കാഴ്ചകളുമായി അംഗഭംഗം വന്ന കുരങ്ങന്മാർ. വളരെ അപൂർവമായിട്ടാണ് പലപ്പോഴും ഇവയെ കാണുവാൻ സാധിക്കുന്നത്. അതിരപ്പിള്ളിയിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ കുരങ്ങുകൾ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന സംഭവം നടക്കാറുണ്ടെങ്കിലും ഒരു കൈയില്ലാത്ത കുരങ്ങിനെ അതിരപ്പിള്ളി വനമേഖലയിൽ കാണുന്നത് വളരെ അപൂർവമാണ്. മേഖലയിൽ ഇത്തരം അംഗഭംഗം വന്ന ഏകദേശം 1 ഡസൻ കുരങ്ങുകളുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. ചാലക്കുടി സ്വദേശി MJ ജോബിയാണ് ഒരു കൈയില്ലാത്ത കുരങ്ങിന്റെ ചിത്രങ്ങൾ പകർത്തിയത്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ കൊടകര ഏരിയയിലെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വെള്ളിക്കുളങ്ങര കോടാലിയിൽ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. PK രാജൻ സംസാരിച്ചു. മറ്റത്തൂരിൽ MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CB രവി അധ്യക്ഷത വഹിച്ചു. PK കൃഷ്ണൻകുട്ടി സംസാരിച്ചു. നെല്ലായിയിൽ EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. TR ലാലു അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കരയിൽ AG രാധാമണി ഉദ്ഘാടനം ചെയ്തു. KK രാമകൃഷ്ണൻ അധ്യക്ഷനായി. മുന്നോട്ട് പോകണം, പുലമ്പിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ട് ജോർജ് കുര്യൻ വെച്ച് പോകും. അത്തരത്തിൽ കേരളത്തെ അവഗണിച്ചു പോകുന്ന ഈ സമരത്തിന്റെ അധ്യക്ഷൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് PC ഉമേഷ്. കൊടകര അഗ്രോ സർവീസ് സെന്ററിന്റെ വാർഷിക പൊതുയോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S സ്വപ്ന ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി വിബി, കലാപ്രിയ സുരേഷ്, അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ CM കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ വാടക യോഗത്തിൽ നിശ്ചയിച്ചു. CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ണുത്തി സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PD റെജി സ്വാഗതം പറഞ്ഞു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കനിഷ്കൻ വല്ലൂർ അധ്യക്ഷത വഹിച്ചു. MK ഗോപാലകൃഷ്ണൻ, എമി എൽദോ, അഖിൽ PS, രമ്യ രാജേഷ്, KS സന്തോഷ്, അർജുൻ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ജിനേഷ് പീച്ചി, മാർട്ടിൻ നാഥൻ, A സജീവ്, TS മുരളീധരൻ, LA മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരണം കേരളത്തിൽ ഒട്ടനവധി പാക്കേജുകൾ പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം നിന്നിരുന്നത്. 24,000 കോടിയുടെ പാക്കേജാണ് കേരളം ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,810 രൂപ, പവന് 62,480 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റൂറൽ ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബഡ്ജറ്റാണെന്നാരോപിച്ച് കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ എളവള്ളിയിൽ ഇടഞ്ഞ ആന 2 പേരെ കുത്തി, ഒരാൾ മരിച്ചു. കൊടകര അഗ്രോ സർവീസ് സെന്ററിന്റെ വാർഷിക പൊതുയോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണനയ്ക്കെതിരെ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.